വൈറലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഒരു യഥാർത്ഥ ഉമ്മയെ കാണിക്കുമ്പോൾ ഉമ്മയുടെ ആ ഒരു സീൻ കാണിക്കുമ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടെ ഭയങ്കരധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ. ഞാൻ 8 മാസം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴും ആ കുളമലയിൽ ഇന്ന് ആ ഉമ്മ പോയിട്ടുണ്ട്. ആ ഉമ്മ ഇന്ന് എൻ്റെ മുമ്പിൽ ഇതിവിടെ അഭിമാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിക്കഴിഞ്ഞാലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ്, അത് സക്സസ് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കും. ചില കാര്യങ്ങൾ നമുക്ക് സ്വയം നേടിയെടുക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ വേറെ ആൾ ആ ലെവലിലെത്തുമ്പോൾ നമ്മൾ പ്രസൻറ്റിൽ എന്താണുള്ളത് അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതിനോട് 100% സിൻസിയർ ആയിട്ട് അതിനോട് നമ്മൾ എഫേർട്ട് ഇടുകയും ചെയ്താൽ ഭാവി എന്തായാലും നല്ലതാവുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് വീണ് തലയിടിച്ച് വീണ് ബ്ലീഡിങ് ഉണ്ടായ ഒരാളെ എങ്ങനെ കെടുത്തണം എന്നറിയണം. എന്ത് ചെയ്യണ്ട എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് അറിയണം. ഇല്ലെങ്കിൽ നേരെ കയ്യിൽ താക്കോലും കൊടുത്ത് സോഡയും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ലൈഫ് തന്നെ അവിടെ ത്രെറ്റൻഡ് ആണ്. ശരിയാണ്. ആ ഒരു ക്ലിനിക്കൽ നോളേജ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങളോട് ചില ആൾക്കാരൊക്കെ ചെയ്യും, നിങ്ങൾക്ക് ഈ ഡോക്ടറായിട്ട് നിന്നിട്ട് നല്ല രീതിയിലുള്ള ശമ്പളമൊക്കെ വാങ്ങിച്ച് ഞാൻ ചോദിക്കാൻ പറ്റുന്നത് ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അത് ഈ പറഞ്ഞ പോലെ ആറൊക്കെ ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നിൽക്കാം. അതൊരു പക്ഷേ നമ്മളെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ച് കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമാണ് നാട്ടിൽ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ ഡോക്ടർ അസർ പറഞ്ഞ ആ ക്രിട്ടിക്കൽ കെയർ, എമർജൻസി സർവീസൊക്കെ പെരിഫറൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നത് നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ നടന്നൊരു കോൺവൊക്കേഷൻ. അപ്പോൾ ഈ കോൺവൊക്കേഷനിടയിൽ ഒരു ഡോക്ടർ നടത്തിയൊരു സ്പീച്ച്, ആ സ്പീച്ച് ആക്ച്വലി ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ ഡോക്ടറുടെ ഉമ്മയെ പറ്റി പറയുന്ന ഒരു കാര്യങ്ങൾ അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വളരെയധികം ഒരു ആ ഡോക്ടറിനെ നമുക്കൊന്ന് കാണണം, അല്ലെങ്കിൽ അവിടെ ആക്ച്വലി എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഈ കോൺവൊക്കേഷൻ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു, എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഡോക്ടർ റഫീഖ് ആൻഡ് ഡോക്ടർ അസർ. ഹലോ, വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ റഫീഖ്, ഒരുപാട് സന്തോഷം. കാരണം ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഡോക്ടർ അത് സ്പീച്ച് നടത്തിയ ടൈമിൽ ഇങ്ങനെ ആൾക്കാരെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈറലാകുന്ന പോലെ ആകുമെന്ന് തീർച്ചയായിട്ടും കരുതി കാണത്തില്ല. ഒരു ഫ്ലോയിൽ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോയിൽ വന്നൊരു സംഭവമാണ് പറഞ്ഞത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും എന്തായിരുന്നു? ഞാൻ ക്രിട്ടിക്കൽ കെയർ വർക്ക് ചെയ്യുന്ന ഇൻറ്റൻസീവിസ്റ്റാണ്. ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ ICUകളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്ഥാപനമുണ്ട്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ്, GEC എന്ന് പറഞ്ഞൊരു സാധനം. അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 6 to 8 monthsലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കോൺവൊക്കേഷൻ സെറമണി ആയിരുന്നു നടന്നിരുന്നത്. അന്ന് ഒരു 636 സ്റ്റുഡൻസിൻ്റെ കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. വലിയ ഇവൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ GECൻ്റെ ചെയർമാനാണ്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എൻ്റേതായിരുന്നു. അപ്പം അവിടെ എൻ്റെ ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അവർക്ക് എന്ത് ഒരു മെസ്സേജ് കൊടുക്കുന്നു പറയുമ്പം നമ്മൾ വൈറലായി എന്ന് പറയുന്നത് എൻ്റെ സ്പീച്ചിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് വിചാരിച്ചു. എനിക്കൊരു മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ അതിൽ കൺവേ ചെയ്യാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടേത് മാത്രമെന്നല്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം, അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷേ എൻ്റെ ഒരു ടേക്ക് അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന പല ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ പല ആൾക്കാരും അവർക്ക് വേണ്ടി അല്ലാതെ ജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെന്തെങ്കിലും ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിക്കഴിഞ്ഞാലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ്, അത് സക്സസ് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കും. ചില കാര്യങ്ങൾ നമുക്ക് സ്വയം നേടിയെടുക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പോൾ വേറെ ആൾ ആ ലെവലിലെത്തുമ്പോൾ ഉദാഹരണം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കിപ്പം ഈ സമയത്ത് സച്ചിനെ പോലെ ഒരു ബാറ്റ്സ്മാൻ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല, അല്ലേ? ഉറപ്പാണ്. സച്ചിൻ വിരമിച്ച അതേ വയസ്സ് എനിക്ക് കഴിയും ഉള്ളതാണ് അതിൻ്റെ. പക്ഷേ എനിക്ക് അങ്ങനെ ആണെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ അതുപോലെ ആക്കാൻ ട്രെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്ന ബാക്കിയുള്ളവരിലൂടെ ഇവിടെ ആയിരിക്കും. അപ്പം നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. അപ്പം
ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അന്നേരം എൻ്റെ ഉമ്മയും മുമ്പിലുണ്ട്. അപ്പോൾ എനിക്ക് നമുക്കൊരു ആൾക്കാരോട് ഒരു കാര്യം പറയുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായിട്ട് പറയാൻ പറ്റും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പറയുമ്പോൾ, കാരണം അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ട്രൂത്ത്ഫുൾ ആയിട്ട് പറയാൻ പറ്റും. യെസ് അതായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതാനുഭവം കുറച്ച് കാര്യങ്ങളതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പറഞ്ഞിട്ടുള്ള സത്യമാണ്. അതായത് ഉമ്മ ആ രീതിയിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടും ട്രെയിൻ ചെയ്തും പ്രോട്ടീൻ ഫുഡ് അടിച്ചിട്ടൊക്കെ പോകുമ്പം അത് എല്ലാ ദിവസങ്ങളിലും ഒരു റിക്രിയേഷൻ അല്ലാണ്ട് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു ഉമ്മേൻ്റെ അവരുടെ ത്യാഗത്വം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയേണ്ടായിരുന്നത് അത് തന്നെയാണ്. നമ്മുടെ ജീവിതം നമ്മളത് മാത്രം ഒന്നല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുകയും കൂടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനോടൊരു നീതി പുലർത്തുന്നുള്ളൂ. പിന്നെ അതേസമയം ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രസൻറ്റിനോട് നമ്മൾ നീതി കാണിക്കണം. കാരണം നമുക്ക് ചില കുട്ടികൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരും അല്ലാതെ യങ്സ്റ്റേഴ്സൊക്കെ പറയുന്നതാണ്, ഒരു ജോലി കിട്ടുമ്പോൾ അവർ കുറേ ക്രൈറ്റീരിയാസ് നോക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജോലിക്ക് പോവുള്ളൂ, വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ് കൂടുതൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ജോബിന് പോകില്ല. അങ്ങനെ കുറേ എന്താ പറയുക, ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഡോക്ടറായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 72-96 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കേണ്ട രീതിയിലാണ് നമ്മൾ എടുത്തു വരുന്നത്. അപ്പം നമ്മളുടെ ഏതൊരു കരിയറിൻ്റെ ബിഗിനിങ്ങിൽ കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പം അത് ഏറ്റെടുത്തിട്ട് ആ പ്രസൻറ്റിൽ എന്താണുള്ളത് അത് ഏറ്റെടുത്ത് അത് ചെയ്യും, അതിൽ നല്ല എഫേർട്ട് ഇട്ടാൽ ഭാവിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലത് കിട്ടും. അല്ലാണ്ട് ഫ്യൂച്ചറിൽ ഏറ്റവും നല്ല ജോബ് കിട്ടുള്ളൂ ഞാൻ വെയിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഞാൻ ഉമ്മൻ്റെ അത് പറയുന്നു, ഉമ്മ ആ പ്രസൻറ്റിൽ എന്തായിരുന്നു, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. അത് നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എൻ്റെ മക്കളിലൂടെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കാം, പക്ഷേ ഉമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതെ, അത് ഉമ്മേൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും സെൽഫിലായിരിക്കില്ല, മറ്റുള്ളവരിലൂടെ കിട്ടുന്നതായിരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നമ്മുടെ അന്ന് കോൺവക്കേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ കാര്യം അതായിരുന്നു. ഒന്ന്, നമ്മൾ പ്രസൻറ്റിൽ എന്താണുള്ളത് അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതിനോട് 100% സിൻസിയർ ആയിട്ട് അതിനോട് നമ്മൾ എഫേർട്ട് ഇടുകയും ചെയ്താൽ ഭാവി എന്തായാലും നല്ലതാവുന്നുണ്ട്. അപ്പോൾ ഈ 2 സന്ദേശങ്ങൾ കൊടുക്കാൻ. പിന്നെ ഞാൻ ഫൈനലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പേരൻസിൻ്റെ അടുത്ത് അവരോടൊരു ഉപദേശമല്ല, ഞാൻ അവർ ചെയ്യുന്ന ആ ത്യാഗങ്ങൾക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം. കാരണം പേരൻസ് എപ്പോഴും ബാക്കിയുള്ള മക്കൾക്ക് അങ്ങനെ ആവണം. ഇപ്പം ഞാനും ഒരു പേരൻ്റാണ്, ഇപ്പം ചിന്തിക്കുന്നത് മുഴുവൻ എൻ്റെ മക്കളെ കുറിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട്. അപ്പം എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് മാത്രം പറയുന്നതല്ല, അത് അവർ മറ്റുള്ളവർക്കാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടെ ഒരു എംഫസൈസ് ചെയ്ത് അത് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം ഇതാണെന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്ന് ഇങ്ങനെ വൈറലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഒരു യഥാർത്ഥ ഉമ്മയെ കാണിക്കുമ്പോൾ, ഉമ്മയുടെ ആ ഒരു സീൻ കാണിക്കുമ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടെ ഭയങ്കരധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ. അത് മാത്രമല്ല, അതിനകത്ത് ഉമ്മ പറയുന്നുണ്ട്, 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ദൂരം വരും? അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇന്ന സ്ഥലം വരെ എന്ന് പറയുമ്പോൾ ശരിക്കും ഉമ്മ അതിലും നടന്നിട്ടുമുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൽ പറയാത്തൊരു സാധനമുണ്ട്. ഉമ്മ അന്ന് നടന്ന അത്രയും മുകളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ഏരിയ ആണ്. ഉമ്മനോട് ചോദിച്ചിരുന്നു ഇവിടെ വരെ പോയി, ഞാൻ പറഞ്ഞു അവിടെ അല്ല, അതിൻ്റെ താഴെ വരെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മയൊക്കെ അതിനേക്കാട്ടും മുകളിലേക്ക് എന്നും പോയിക്കൊണ്ടിരുന്നതാണ്. അതാണ് അതിൻ്റെ നിങ്ങളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും വേണ്ടി. തീർച്ചയായും. അപ്പോൾ ആ സമയത്തെ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ്, എത്ര ഏജ് ഉണ്ട് ആ സമയത്ത്? സ്കൂൾ ടൈമൊക്കെ ആയിരിക്കും. 5 വയസ്സ് 6 വയസ്സ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നത് ഇതാണ്, എൻ്റെ ഏറ്റവും ചെറുപ്പം മുതൽ കാണുന്നതാണ്. അതിൻ്റെ ഒരു വലിയ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ കറണ്ട് വന്നത് ഞാൻ സെക്കൻഡ് ഇയർ MBBS പഠിക്കുമ്പോൾ. അതുവരെ മണ്ണുവിളക്കിലാണ് ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫോൺ വന്നിട്ടുള്ളതും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പം ആ രീതിയിലാണ് നമ്മൾ. എൻ്റെ ഉമ്മ, ഞാനൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ MBBS ആകുന്ന കാലത്തും ഇങ്ങനത്തെ പണിക്കല്ല, കുറച്ചും കൂടെ അന്നത്തെ പണിക്ക് പോയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു പ്രൗഡ് സണ്ണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന അല്ലേ, അതിലൊരുപാട് അഭിമാനിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ മക്കൾക്കും ഡോക്ടറുടെ പാരൻറ്റിനും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും അത് പറയാം അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കോൺവക്കേഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത് നടത്തുന്ന നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ്. അപ്പോൾ ഇതൊരു GEC അല്ലേ,
ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ 2 ഡോക്ടേഴ്സും ഉണ്ട്, തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. ഡോക്ടർ അസർ, ഹലോ, ഹായ്, വെൽക്കം. ഞങ്ങൾ ഇൻഫാക്ട് ഈ കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്തത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് കഴിഞ്ഞ ഒരു കൂട്ടം സ്റ്റുഡൻസിനായിരുന്നു. ശരി. അപ്പം നമ്മൾ GEC ഫോം ചെയ്യുന്ന തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്. ഞങ്ങൾ മലബാറിലെ പല ഹോസ്പിറ്റലുകളിലെയും ICU എമർജൻസി ഒക്കെ റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ശരി. ഞങ്ങൾ ശരിക്ക് പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ പേഷ്യൻസിനായിട്ട് പോകുമ്പോൾ ഒരു ചോദ്യം കേൾക്കാറുണ്ട്, അതായത് ഒരു 5 മിനിറ്റ് മുന്നേ എത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചിലപ്പം. അതായത് എല്ലാ അസുഖങ്ങൾക്കും ഒരു ക്രിട്ടിക്കൽ ടൈം ഉണ്ട്, ശരിക്കും ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കണ്ടൊരു സിനാരിയോ എന്ന് പറയുന്നത്, നമ്മൾ ടൗണിലുള്ള ഹോസ്പിറ്റൽസിൽ, അർബൻ ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും ഈ ചോദ്യം കേൾക്കും, ഒരു 5 മിനിറ്റ് മുന്നേ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് വരുന്നു എന്നുള്ളത്. അതായത് ഈ ഗ്യാപ്പ് വരുന്നത് അൾട്ടിമേറ്റ്ലി ഈ റൂറൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പെരിഫറീസ് നിന്ന് വരുന്ന ആൾക്കാർക്ക്, പേഷ്യൻസിന് ഈ 5 മിനിറ്റിൻ്റെ കെയർ അവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു ബെറ്റർമെൻറ്റ് വരുമായിരുന്നു അല്ലേ, പല ആൾക്കാരും ലൈഫ് തന്നെ ചിലപ്പം മാറുമായിരുന്നു. ആ ഒരു തോട്ടിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു കെയർ ഈ പുറത്തുള്ള ഹോസ്പിറ്റൽസ് കൊടുത്തുകൂടാ എന്നൊരു തോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, ഈ പെരിഫറീസിലുള്ള എമർജൻസി ICU ഒക്കെ ഒന്നും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ള ഡെവലപ്പ് ചെയ്യാൻ തോട്ടെന്നാണ് ശരിക്കും ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് വന്നത്. അവിടെ നമ്മൾ തുടങ്ങി ഈ പെരിഫറി ഹോസ്പിറ്റൽസിലെ ICU ഒക്കെ നമ്മൾ റൺ ചെയ്തു. എഗെയിൻ നമ്മൾ ഈ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണല്ലോ ഓരോരോ ന്യൂനതകൾ മനസ്സിലാവുന്നതും എങ്ങനെയാണ് അത് ഇംപ്രവൈസ് ചെയ്യാന്ന് ആലോചിക്കുകയും ചെയ്യാം. റിയലി ശരിക്കും ഈ ഡിഫറൻസ് എടുക്കുന്നത് ഈ 2 സെക്ടർ, ഇപ്പോൾ അർബൻ ഏരിയ ആയാലും റൂറൽ ഏരിയയും ഡിഫറൻസ് ഇരിക്കുന്നത് അവിടെയുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രെങ്ത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ റൂറൽ ഹോസ്പിറ്റൽസാണെങ്കിൽ പലപ്പോഴും നമുക്കിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവില്ല, ഇപ്പോൾ എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടാവില്ല, ഒരു PRO ലെവലിലുള്ള ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഭയങ്കര കണ്ടപ്പം കുറച്ച് അപ്സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്താൽ ഡെവലപ്പ് ചെയ്യാൻ ഹോസ്പിറ്റൽ തന്നെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് എന്നുള്ളൊരു മേഖലയോട്ട് വന്നത്, സ്റ്റാർട്ട് ചെയ്ത്. ഇനീഷ്യലി ഇതൊരു ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് കുറച്ച് ആൾക്കാരെ ഒരു അഗ്രിഗേറ്റ് ചെയ്ത് നമ്മളവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തു. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് ഇവരിൽ നിന്ന് പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഇത് ചോദിച്ചു വന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു ടൈമിൽ ഇതൊരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചേർഡ് ട്രെയിനിങ് ആക്കി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഹൈലി എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു നല്ലൊരു സ്ട്രോങ് ടീം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയാം അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് എത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു ടീം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു കോർ ടീമുണ്ട്. നമ്മുടെ ഒപ്പം ഈ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സും ഉണ്ട്. അതായത് ക്രിട്ടിക്കൽ കെയർ ഇൻറ്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അനസ്തീഷ്യ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, അടിത്തറ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കി നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ ഡോക്ടേഴ്സും നഴ്സസും മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അവിടുത്തെ PRO, ഫ്രണ്ട് ഓഫീസ്, അങ്ങനത്തെ കുറേ നമ്മളറിയാത്ത അല്ലെങ്കിൽ പുറത്തധികം എപ്പോഴും ഒരു ബിഹൈൻഡ് ദ കർട്ടൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും. ആ ഒരു സെഗ്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞാലാണ് ശരിക്കും ആ ഹോസ്പിറ്റലിൽ ഡെലിവർ ചെയ്യുന്ന സർവീസിൻ്റെ ഒരു ക്വാളിറ്റി കൂടുതൽ. ഇപ്പോൾ നമ്മളെല്ലാവരും ക്വാളിറ്റി സാധനം കിട്ടാനല്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടത് തന്നെ. അപ്പം ആ ഒരു പോയിന്റിലാണ് ശരിക്കും നമ്മൾ GEC സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലേറ്റർ ഓൺ നമ്മൾ ഈ കോഴ്സിൽ ഒന്നും കൂടിയും അഡീഷണലി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ളൊരു കോഴ്സാണ്. കുറച്ചും കൂടിയും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തു, പല മോഡ്യൂൾസ് ആഡ് ചെയ്തു. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ മേഖലയിൽ മാത്രമല്ല, അപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഒരുപാട് ക്ലിനിക്കുകൾ, ഒരുപാട് റേഡിയോളജി സെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മേഖലയിൽ മാത്രമല്ല, ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഓഫീസുകളിലൊക്കെ ഒരു ജോബ് കിട്ടുന്ന രീതിക്ക് ബേസിക്കലി നമ്മൾ അപ്സ്കിൽഡ് ആവുന്ന ഒരാൾക്ക് ഹെൽത്ത് കെയറിൽ മാത്രമല്ല ബാക്കി മേഖലകളിലും കൂടിയും അപ്സ്കിൽഡ് ആയിക്കൊണ്ട് ജോലി കിട്ടാം എന്നുള്ളൊരു പോയിന്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ മോഡ്യൂൾ ആഡ് ചെയ്തു, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ മോഡ്യൂൾ ആഡ് ചെയ്തു, HR മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, അങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് മോഡ്യൂൾസ് ആഡ് ചെയ്തിട്ട് കോഴ്സിന് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള ജേർണി
ഉണ്ടായി. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ പ്ലാൻഡോടുകൂടി ചെയ്തൊരു കാര്യം. പ്ലാൻഡ് എന്ന് പറഞ്ഞുകൂടെ. കാരണം ഡോക്ടർ അസർ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പിന്നെ അതെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫോർമൽ ആയിരുന്നില്ല. പക്ഷേ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ അവർ വേർഡ് ഓഫ് മൗത്ത് നിന്ന് നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മളെടുത്ത് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങിയാൽ എന്താണ്. പക്ഷേ കോഴ്സ് തുടങ്ങിയിട്ട് പിന്നെ ഐഡിയ ഞാൻ പറയില്ല, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഐഡിയകൾ കിട്ടുന്നത്. നമുക്ക് കുറേ ഐഡിയകൾ കിട്ടി നമ്മൾ സ്റ്റുഡൻസിന് ഇരുന്നത്. ഞങ്ങൾ കുട്ടികളിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ജോബിൻ്റെ ഒരു സ്കേഴ്സിറ്റി ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറയുന്നത്. ശരിക്കും ഡാറ്റാസ് പിന്നെ നോക്കുമ്പോൾ വെച്ചാൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര ഹൈ ആണ്. ലോകത്ത് തന്നെ അങ്ങനെയാണ്. പക്ഷേ ഈവൻ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു ഫാലസി എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ഇടയിലാണ്. ഇപ്പോൾ BA BSc എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതായത് കൺവെൻഷണൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ജോബ് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ പഠിപ്പിച്ചിട്ടുള്ള സ്കില്ലുകൾ ആ രീതിയിൽ, അതായത് ഒരു പർട്ടിക്കുലർ ജോബിന് ഓറിയൻറ്റഡ് ആയിട്ടല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒക്കെ ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പുറത്ത് നടക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ സമയത്താണ്. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെയാണ് ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതിന് എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഏത് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയബിലിറ്റി കൂടുകയാണ്. കാരണം അവരെ ഒരാൾക്കാർ ജോലിക്ക് എടുക്കാനുള്ള സാധ്യത കൂടുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ കോൺവെക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോൺവെക്കേഷൻ ആയിരുന്നു. ഈ രണ്ടാമത്തെ അത് വലിയായിരുന്നു. ആദ്യത്തത് ഒരു 100 അല്ലേ 100 കുട്ടികളായിരുന്നു ആദ്യത്തെ. ഈ തവണ 636 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ ഓൾറെഡി 2/3 പ്ലേസ്ഡ് ആണ്. ജോലി കിട്ടിയിട്ടില്ല. ഹാപ്പി പീപ്പിൾ ആണ്. അതെ. കാരണം ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ഞങ്ങളോട് ചില ആൾക്കാരൊക്കെ ചെയ്യും നിങ്ങൾക്ക് ഡോക്ടറായിട്ട് നിന്നിട്ട് നല്ല രീതിയിലുള്ള ശമ്പളമൊക്കെ വാങ്ങിച്ചു. ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നത് അല്ല അത് വീണ്ടും ഡോക്ടേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാരണമാണ് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി ഇവർക്ക് നോളേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ശരിയാണ്. പ്രാക്ടിക്കലി വി ആർ ഡൂയിങ് അറ്റ് ദ സെയിം ടൈം അവർക്കും ആ നോളജ് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്ന് മുതൽ ഡോക്ടർമാരായ അന്ന് മുതൽ ടീച്ചർമാരും കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനായിട്ടാണ് ശരിക്കും GEC നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ തന്നെ ചോദിക്കില്ലേ ഡോക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ എന്നുള്ളൊരു അവിടെ അഡ്മിഷൻ പഠിക്കാൻ വരുന്ന അത് അവർക്കൊരു വലിയൊരു കാര്യം തന്നെയല്ലേ, നിങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആ ഒരു അതെന്താ വെച്ചാൽ നമ്മളിപ്പം നമ്മളൊരു പഴമൊഴി ഉണ്ടല്ലേ കൂടെ കിടക്കുന്നതിനെ രാപ്പനി അറിയുന്നില്ല. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കാണ് ഏറ്റവും നല്ല രീതിയിൽ അറിയതിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ എന്താണ് പ്രശ്നങ്ങളുള്ളത്, എന്താണ് ലാക്കുനുള്ളത്. അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് മൊഡ്യൂൾസ് സെറ്റ് ചെയ്യാനും ആ രീതിയിൽ ഇവരെ ട്രെയിൻ ചെയ്യാനും പറ്റുന്നത് ഡോക്ടർമാർക്കാണ്. ഞങ്ങൾക്ക് എന്തുകൊണ്ടും അത് കഴിയും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ മാനേജ്മെൻ്റ് അല്ല അഡ്മിനിസ്ട്രേറ്റീവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഞങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ലൈഫ് സേവിങ് സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട്, പിന്നെ ഫസ്റ്റ് എയ്ഡ് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ശരിക്കും നമ്മുടെ കോൺവെക്കേഷൻ്റെ ഈ പറഞ്ഞ ഇവൻ്റ് ഇല്ലേ, ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരാൾ ഇൻഫാക്ട് ആ കോൺവെക്കേഷൻ്റെ ഇടയിൽ പെട്ടെന്ന് ബോധം കെട്ട് വീണ് ആളവിടെ വീണ് ഫുൾ ബ്ലീഡിങ് ആയി, തലയിടിച്ചിട്ട്. സാധാരണ പിന്നെ നമുക്ക് മനസ്സിലായി സീഷർ അടിച്ചിട്ട് ചെറിയ അപസ്മാരം വന്നിട്ട് വീണ്, എപ്പിലെപ്സി പോലെ. അതെ. അപ്പോൾ ശരിക്കും ആ സമയത്ത് ഇദ്ദേഹം വീണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത പല കാര്യങ്ങളും അത് ഒരിക്കലും അവിടെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് പക്ഷെ എന്നാലും പ്രാക്ടിക്കലി അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. സീഷർ വന്നു കഴിഞ്ഞ ഒരാളെ നമ്മൾ ആദ്യം ഇപ്പം നാട്ടിലൊക്കെ പണ്ട് മണിച്ചിത്രത്താഴ് മുതൽ പറയുന്ന കാര്യം എന്താ, താക്കോൽ കൊടുക്കുക. എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ താക്കോല് കൈ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഒരാൾ അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആളെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടത്തണം. പിന്നെ അതുപോലെ നാവ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ചെയ്യണം. പിന്നെ അതുപോലെ ഈ സിനിമയിൽ എപ്പോഴും പറയും സോഡ കൊടുക്കുക പറയില്ലേ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടിക്കലി വേണ്ട കുറേ ബേസിക് ലൈഫ് സപ്പോർട്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇതേപോലെ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം, CPR കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് മെഷേഴ്സ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഇതിൽ പരരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്യാം. പരരക്ഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള എമർജൻസി നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. പെട്ടെന്നൊരു പാമ്പ് കടി ഏറ്റാൽ എന്താണ് ചെയ്യേണ്ടത്, പെട്ടെന്നൊരു ചോക്കിംഗ് വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു
എന്താ പറയുക നിമിത്തം എന്നൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ഈ കോൺവെക്കേഷൻ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡന്റും അവിടെ അങ്ങനെ ഒരു ഫേസ് ചെയ്യാൻ പറ്റി. ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പാടില്ല. അല്ല ശരിയാണ്. എന്നാലും അതൊരു ഇതുപോലെ ഇങ്ങനത്തെ കുറേ ഇൻസിഡന്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ സ്റ്റുഡൻറ്റ് വിളിച്ചിരുന്നു ഒരു ദിവസം. അപ്പോൾ കുട്ടി വിളിക്കുന്നത് ഏർലി മോർണിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ അസുഖമല്ലേ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷപാതമായിട്ട് വരുന്ന അസുഖം. അപ്പോൾ ഈ കുട്ടി ശരിക്കും വിളിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ പല്ല് തേക്കുന്ന സമയത്ത് മുഖം ഒരു ഭാഗത്ത് കോടിപ്പോയി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഈ കുട്ടിക്ക് എന്നെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ ഉമ്മക്ക് സ്ട്രോക്ക് ആണോ സംശയമുണ്ട്, കാരണം മുഖം ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ നോളേജ് ഉണ്ടല്ലോ, അതായത് ഇത് ഈ മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോയത് സ്ട്രോക്കിൻ്റെ ഒരു സൈനാണ് എന്നെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നോളേജ് അത് അവർക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര നമുക്ക് എന്താ പറയുക സന്തോഷം എന്നല്ല, നമുക്കൊരു എന്തൊക്കെയോ ലൈഫിൽ നമ്മൾ അതുകൊണ്ട് അച്ചീവ് ചെയ്തു എന്നൊരു തോട്ട് എപ്പോഴും വരാറുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ടെസ്റ്റിമോണിൽ നോക്കുക എന്തായിരിക്കും? അതായത് ഇപ്പം ഡോക്ടർ റഫീഖിൻ്റെ അടുത്ത് ചോദിക്കുക, നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എമർജൻസി ഹെൽപ്പ് ചെയ്യുന്നു വാട്ടെവർ, അവർ നമുക്ക് തന്നൊരു അല്ലെങ്കിൽ അവർ നമ്മളെ താങ്കിങ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും? അത് ഞാനിതൊരു കഥ പറയാം. അപ്പോൾ ഒരാൾ നമ്മളെടുത്ത് സാറ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പൊറോട്ടയും ബീഫും കഴിച്ചു എന്ന് പറഞ്ഞിട്ട്, അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ ഡോക്ടർ അസർ പറയാതെ എന്താ അത് നമ്മളെ ലിവർ ഇഞ്ചുറി ഉണ്ടായിരുന്ന പയ്യൻ്റെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു കാലിക്കറ്റിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ കേട്ടോ, ഞങ്ങൾ റൺ ചെയ്യുന്ന ICU. അപ്പം അന്ന് ഈവനിങ് നമുക്കൊരു പേഷ്യൻറ്റ് വന്നു. ആ പേഷ്യൻറ്റ് ആക്സിഡൻ്റ് ആയിട്ട് വന്ന ഒരു 23-year-old ഒരു പയ്യൻ. ഓക്കെ, അപ്പോൾ ആ പയ്യൻ ലിവർ ഇഞ്ചുറി പറ്റി ആക്സിഡൻറ്റിൽ. അപ്പോൾ ലിവർ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എക്സ്ട്രീം ബ്ലീഡിങ് ആയിരിക്കും, ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരിക്കും. അപ്പം ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സർജൻ വന്നു, നമ്മൾ പേഷ്യൻസിനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാനായിരുന്നു അനസ്തേഷ്യ സൈഡിലുണ്ടായിരുന്നത്. ഞങ്ങൾ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്ലീഡിങ്, ബ്ലഡ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ പേഷ്യൻസിന് ബ്ലഡ് ലോസ് വന്നാൽ ബ്ലഡ് തന്നെ കൊടുക്കണം, ബ്ലഡ് ഇങ്ങനെ ട്രാൻസ്ഫ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ബ്ലഡ് ഒരുപാട് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തു, ബ്ലഡിൻ്റെ പ്രൊഡക്ട്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്തു. സർജൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഒരു രക്തക്കളം ആയിരുന്നു, അത്രയും ബ്ലഡ് പോവുക. നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് വോളിയം ഓഫ് ബ്ലഡ് ആക്ച്വലി ലോസ് ആയി. അപ്പോൾ അത് നമ്മളൊരു സൈഡിൽ നിന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനാരിയോ. 128 ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ടോട്ടലി ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വന്നു ആ പേഷ്യന്റിന്. നമ്മൾ ബ്ലഡ് എന്നല്ല പറയില്ലേ, അതുപോലത്തെ ബ്ലഡ് തന്നെ 50 എണ്ണം, പിന്നെ FFP എന്ന് പറയുന്ന ബ്ലഡ് പ്രോഡക്റ്റ് എല്ലാം കൂടെ 128 എണ്ണം ഒരാൾക്ക്. അപ്പം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്തത് ഈ പേഷ്യൻറ്റിനെ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലെടുത്ത് നമ്മൾ എംബലൈസ് ചെയ്യാന്ന് പറയും. എംബലൈസ് ചെയ്തുകൊണ്ട് ബ്ലീഡിങ് നിർത്തി ആ പേഷ്യൻറ്റ് ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഒരു വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ്, ഒരു രാത്രി നടന്ന കാര്യങ്ങളാണ്. ഓവർ ദ നൈറ്റ് ഈ പേഷ്യൻറ്റിനെ, അപ്പോൾ ഈ പേഷ്യൻ്റാണ് ഒരു നമ്മുടെ ICUയിൽ ഉണ്ടായിരുന്നു ഒരു 1 വീക്കോളം ഉണ്ടായിരുന്നു. അതിനുശേഷം റൂമിലേക്ക് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കാണാൻ വന്നു. അന്ന് ഞാനിത് പറഞ്ഞു, ബീഫും പൊറോട്ടയും കഴിക്കാൻ പറ്റിയതാ. അല്ല അത് ഇവൻ ഞങ്ങൾ പോലും അവനെ രക്ഷപ്പെടുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്കൊരു എന്തെങ്കിലും 23 വയസ്സല്ലേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം അവനെ എങ്ങനെങ്കിലും പൊക്കിയെടുക്കാന്നുള്ള വിചാരിച്ചിട്ട് അന്ന് സ്റ്റാഫൊക്കെ ചെയ്താൽ അതെന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണമോ മൂത്രമൊഴിക്കാൻ പോലും പോകാൻ പറ്റാണ്ട് സ്റ്റാഫ് അവിടെ കുത്തിയിരുന്ന് ബ്ലഡ് എടുക്കുക, അവന് പുഷ് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂസ് ചെറിയ രീതിയിൽ പോയാൽ പോരാ, നല്ല സ്പീഡിൽ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം എഫേർട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഈ ഒരു പൊറോട്ടയും ബീഫും കഴിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ GECയുടെ നമുക്ക് ഈ ഗ്രോത്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ്? നമ്മളിപ്പം കോൺവെക്കേഷൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു സ്കിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GEC സ്കിൽ പ്ലസ്. ഓക്കെ. GEC ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനം, ഹെൽത്ത് കെയർ മേഖലയിൽ മാത്രമാണ്. അപ്പോൾ ഇനി ഹെൽത്ത് കെയറിൽ മാത്രമല്ല, ഒരു അലൈഡ് ആയിട്ടുള്ള ബാക്കി മേഖലകളിലും കൂടിയും നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിലും ഫോക്കസ് ചെയ്തുകൊണ്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഒരു എക്സാം കോച്ചിങ് പ്ലാറ്റ്ഫോമായിട്ട് കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൽ പ്ലസ് എന്നുള്ള ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് GECയുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പോൾ GEC കാലിക്കറ്റ് ഉണ്ട്, തൃശ്ശൂരുണ്ട്, നമ്മുടെ ബ്രാഞ്ചസ് ആയിട്ട്. ഓക്കെ. ഇപ്പം ഇതിപ്പോൾ കാണുന്നവർക്കാണെങ്കിൽ അവർക്കൊരു ഉപകാരം എന്നുള്ളൊരു, ഇപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒരു പാർട്ടാകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു വാട്ട് ദേ ഷുഡ് ഡൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
എങ്ങനെ ജോയിൻ ചെയ്യാൻ. യെസ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് ആയിട്ട് നമ്മളുള്ളത് കാലിക്കറ്റും തൃശ്ശൂരുമാണ്. ഓഫ്ലൈൻ ക്യാമ്പസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി. ഇത് കൂടാതെ ഓൺലൈൻ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ GEC സ്കിൽ പ്ലസ് എന്നിട്ടുള്ള ആപ്പ് ലോഞ്ച് ചെയ്തത്. അതിനാണ് ഈ ആപ്പ് ഓൺലൈൻ. അതെ, ആപ്പിന്റെ വർക്ക്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഒരു വിത്തിൻ 1 month ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഈ ആപ്പിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു വലിയൊരു ജേർണിയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തായാലും ഇപ്പം ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ, അപ്പോൾ ഉമ്മ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉമ്മയുടെ റെസ്പോൺസ് എങ്ങനെ? ഉമ്മ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഉമ്മ ഇപ്പോൾ എവിടെ പോകുമ്പോൾ ഉമ്മേൻ്റെ ഫ്രണ്ട്സ്, അന്നത്തെ കാലത്ത് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര എല്ലാവരും നിങ്ങൾ എന്നെ കരയിപ്പിച്ച് കളഞ്ഞല്ലോ, കെട്ടിപ്പിടിച്ച് കരയുക, അങ്ങനെ ഭയങ്കര സീനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു ഈ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എനിക്കറിയാം ഞാൻ അന്ന് ഉമ്മൻ്റെ കൂടെ അവിടെ ആ പറഞ്ഞ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ, നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വിളിച്ചു. അങ്ങനെ ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് അതാണ് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു വേദി കിട്ടിയോണ്ട് പറയാൻ പറ്റിയെന്നേ ഉള്ളൂ അല്ലേ. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ എൻ്റെ ബാച്ച് തന്നെ, MBBS ബാച്ച് തന്നെ എന്നെക്കാട്ടിലും മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇതുപോലൊരു വലിയൊരു ഓഡിയൻസിന് മുമ്പ് പറയാൻ പറ്റില്ല എന്നല്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾക്ക് ഈവൻ ശമ്പുവായാലും ഇങ്ങനെ ഈ ലെവലിൽ എത്തിയിട്ടുണ്ടാകും. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അത് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. പേരൻസിൻ്റെ സാക്രിഫൈസും അതുകൊണ്ട് തന്നെയാണ്, സഹായം കൊണ്ടൊക്കെ തന്നെ എത്തിയിട്ടുള്ളതെന്നല്ല. അപ്പം അവർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ അവരുടെ ഹാപ്പിനെസ് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആ വീഡിയോയിലൂടെ തന്നെ ഉമ്മക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അത് മനസ്സിലാകുന്നുണ്ട്, സന്തോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആദ്യ ടൈമിലായിരിക്കാവേ, ഇപ്പം ചോദിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആദ്യ ടൈമിൽ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും എത്രയോ ലക്ഷങ്ങൾ കിട്ടേണ്ട സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഡയറക്റ്റ്ലി സ്വിച്ച് ചെയ്ത് ഇങ്ങനൊരു പ്ലാനിലേക്ക് വന്നു. ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ എന്നാലും ഒരു 100 പേരെടുത്താൽ ഒരു 20 പേരെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു പ്ലാൻ. ഒരു 50% എന്ന് പറയാം. അതെ നല്ലോണം ആൾക്കാർ. അപ്പോൾ അവരുടെ അന്നേരം പറഞ്ഞ എന്താ അതെന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ക്ലീഷേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അത് ഈ പറഞ്ഞ പോലെ 6 ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നിൽക്കാം. അതൊരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ച് കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമാണ് നാട്ടിൽ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ ഡോക്ടർ അസർ പറഞ്ഞ ആ ക്രിട്ടിക്കൽ കെയർ, എമർജൻസി സർവീസൊക്കെ പെരിഫറൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നത് നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ ഇനീഷ്യൽ കാലത്തെങ്കിലും നമ്മുടെ ശമ്പളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത് പക്ഷേ നമ്മൾ ഈ ഒരു മാറി ചിന്തിച്ച് നമുക്ക് അറിയാം, നമുക്ക് ഇപ്പോൾ ഡോക്ടർ അസർ പറഞ്ഞല്ലോ GECൻ്റെ നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അതുപോലെ നമുക്കും ഐഡിയ ഉണ്ട്. നമുക്കും അറിയായിരുന്നു ഈ നാട്ടിൻപുറത്തൊക്കെ ICUകൾ വരും, നമുക്ക് ഇൻകം വരും. അതുമാത്രമല്ല ഈ ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ആ ഒരു ഹെൽത്തിനൊരു സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ള ആ ഒരു വിഷൻ നമ്മളെ മനസ്സിലുള്ളപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇതൊന്നും ഒരു പ്രശ്നമായില്ല. പക്ഷേ തുടക്കത്തിൽ ഈ ഒരു കാര്യം നമ്മൾ നല്ലോണം കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കംഫർട്ട് സോൺ വിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ ആൾക്കാരും നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ടാണ് ഇന്ന് ജീവിക്കുന്നതെങ്കിൽ, ഇതിൻ്റെ വാക്കൊന്നുമല്ല, ആരോ മഹാന്മാരുടെ വാക്ക് തന്നെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. കാരണം അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഞാൻ ഇന്ന് മാറി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ GEC ഉണ്ടാവില്ലായിരുന്നു, ഇവിടെ കുട്ടികൾക്ക് കോൺവെക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികൾക്കൊക്കെ ഡെസ്റ്റിനി അവരുടെ അതുണ്ട്, എഴുതിയിട്ടുണ്ട്. അവർ ആ ദിവസം കോൺവെക്കേറ്റഡ് ആവുന്നു, അന്ന് അവിടെ നിന്ന് സംസാരിക്കുക വേറൊരാളായിരിക്കും. അപ്പോൾ അത് നിങ്ങളാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തുടക്കത്തിൽ എന്തായാലും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതാണ് നമ്മളുടെ എന്താ പറയുക കർത്തവ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ എല്ലാം നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴെങ്കിലും എത്തും. അത് അടുത്ത മൊമെൻറ്റിൽ ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുന്നതിനെക്കാട്ടിലും ഹൈറ്റിലായിരിക്കും നമ്മൾ കംഫർട്ട് ഉണ്ടാവുക. അപ്പം അല്ലായിരുന്നെങ്കിൽ ഞാൻ കൺവെൻഷനലി വർക്ക് ചെയ്യായിരുന്നെങ്കിലോ ആ 23-ാം തീയതി ഞായറാഴ്ച ഞാൻ ഏതെങ്കിലും ICUയിൽ വർക്ക് ചെയ്യേണ്ട ആളാണ് അല്ലേ. തീർച്ചയായിട്ടും 24-ാം തീയതി ഞാൻ 25 ഇങ്ങനെ ഇരിക്കേണ്ടാവില്ല. അപ്പം നമ്മൾ എന്തൊക്കെയോ
കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനേക്കാളും നല്ല ആൾക്കാരെ ദൈവം കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അല്ലെങ്കിൽ ലോകം എന്തായാലും നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ തോമസ് ഗോൺ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോഴേ നിലവിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു മേഖലയിൽ ഞാൻ ചോദിക്കുക, ഒരു എന്തെങ്കിലും ഒരു ക്രൈസിസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചോദിക്കുന്നില്ല, നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിൻ്റെ അപ്സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ്. അതാണല്ലേ മോർ ദാൻ ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുത്തെ പാരാമെഡിക്സ് നഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്കം ഒരു നല്ലൊരു ക്വാളിറ്റി ലെവൽ പുറത്തേക്ക് വരണമെങ്കിൽ അതിൽ ഈ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ അപ്സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു നല്ലോണം ആവശ്യമാണ്. ഒരു ബേസ് ആണല്ലേ, ഒരു അടിത്തറ തന്നെയാണ്. അതെ. ഇപ്പം പേഷ്യൻസ് മെയിൻലി ഇൻട്രാക്ട് ചെയ്യുന്നത് ഇവരായിട്ടായിരിക്കും. PROs പലപ്പോഴും PROs ആയിരിക്കും, അവിടുത്തെ ഫ്രണ്ട് ഓഫീസ്, ഗസ്റ്റ് റിലേഷൻസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഫ്ലോർ മാനേജേഴ്സ്. അപ്പോൾ അവർ നല്ല സ്ട്രോങ് ആയിട്ട്, ഇവർ സ്ട്രോങ് ആവണമെങ്കിൽ ഈ പറയുന്ന നോളേജ് ഇവർക്ക് വേണം. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർമാരോടൊപ്പം എന്തുകൊണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ക്ലിനിക്കൽ കാര്യങ്ങളുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ബേസിക്കലി നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്താണ്, PCG എന്താണ്, 2D എക്കോ എന്താണ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ബേസിക് ക്ലിനിക്കൽ നോളേജ് പക്കയായി കഴിഞ്ഞാൽ മാത്രമേ ഇവർ ചെയ്യുന്ന ജോലിയിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. ആ ഒരു അപ്സ്കില്ലിംഗ് ആണ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒരു ഔട്ട് ഓഫ് 100 വീണ്ടും കുറച്ച് ഹോസ്പിറ്റൽസ് ഇത് കെയർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ അഡ്മിനിസ്ട്രേറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്, ഇനിയും കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് ബേസിക്കലി ഹെൽത്ത് കെയർ എന്നുള്ളത് മനുഷ്യൻ എന്ന് വരെ ജീവിച്ചിരിക്കുന്നുണ്ടോ അന്ന് വരെ ഈ ഹെൽത്ത് കെയർ മേഖല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലേ? കറക്റ്റാണ്. ആ ഒരു ഹെൽത്ത് കെയർ കേരളത്തിൽ മാത്രമല്ല, അത് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലായാലും അബ്രോഡ് ആയാലും ഒക്കെ ഈ ഹെൽത്ത് കെയർ എന്നുള്ള മേഖല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആസ്പെക്റ്റ്. ഇപ്പം ആൾക്കാർക്ക് പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷമാണ് ഒരു കാര്യം ക്ലിയർ ആയത്. എന്ത് ലോകം മലക്കം പറഞ്ഞാലും ഹെൽത്ത് കെയർ അവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു സംഭവം. ഈവൻ ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി പോയി, പല ബുദ്ധിമുട്ടും വന്നു, പക്ഷേ ഹെൽത്ത് കെയർ മേഖലയിലുള്ള ആൾക്കാർ ഒരു സ്റ്റേബിളായിട്ട് നിന്ന് പോയിരുന്നു. അതെ, കോവിഡിൻ്റെ ടൈമിൽ ശരിയാണ്. പോയിരുന്നല്ല, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻ ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള വളരെ പ്രൈമറി ആ ടൈം തൊട്ടേ അവർ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ടും. പക്ഷേ അതിപ്പോൾ കുറച്ചും കൂടെ അത് സ്കൂളുകളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ, അതോ ദേ നീഡ് ടു ഇംപ്രൂവ് ഇറ്റ്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ ബേസിക് ലൈഫ് സപ്പോർട്ടില്ലേ, പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൻ്റെ സൈൻ വന്നാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഇതിന് ആ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസിൽ ആ നോളേജ് ഉള്ള കാരണമാണ് പെട്ടെന്ന് വീണ് തലയിടിച്ച് വീണ് ബ്ലീഡിങ് ഉണ്ടായ ഒരാളെ എങ്ങനെ കെടുത്തണം എന്നറിയണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് അറിയണം. ഇല്ലെങ്കിൽ നേരെ കയ്യിൽ താക്കോലും കൊടുത്ത് സോഡയും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ ലൈഫ് തന്നെ അവിടെ ത്രെറ്റൻഡ് ആണ്. ശരിയാണ്. ആ ഒരു ക്ലിനിക്കൽ നോളേജ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സ്കൂളുകൾ മാത്രമല്ല, ഈവൻ ഓഫീസസിലൊക്കെ ഇപ്പം ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ഒരു അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കോർപ്പറേറ്റ് ടീമുകൾക്കും ഒക്കെ അതിന് ഇപ്പം നിങ്ങൾക്കും അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഞാനത് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞില്ല, നമ്മൾ ഡോക്ടർമാരോട് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്നത് ആ മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങളാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റൽ റിലേറ്റഡ് സാധനങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് അക്കൗണ്ടിങ് മറ്റു സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ. GST ഒക്കെ പഠിപ്പിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മളിതിലെല്ലാം ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കും. ഇപ്പം ഞാൻ ഇപ്പം ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞില്ലേ, അതിപ്പം എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനു വേണ്ടി മാത്രം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു കോഴ്സ് ചെയ്ത് ബേസിക് ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിലും സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം അല്ലാണ്ട് നമുക്ക് പഠിപ്പിക്കാം, നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ അത് ആയിരിക്കണം അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഇത് തുടങ്ങിയതിന് GC തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിൽ സർട്ടിഫൈഡ് ആയതിനു ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ GC എന്ന് പാസ്സായത് എല്ലാ കുട്ടികളെയും ഞാൻ ബേസിക് ലൈഫ് സപ്പോർട്ട് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഞാൻ മാത്രമാണ് കൊടുക്കുന്നത്. അതെ. അപ്പം ഇതിൽ ഈ സാധനങ്ങൾ, ഈ സ്കില്ലുകൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല ഹാൻഡിലൂടെ ആയിരിക്കണം പഠിപ്പിക്കുക എന്നുള്ളതും നമ്മൾ GCൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഏറ്റവും മോശം എക്സ്പീരിയൻസ് എന്തായിരുന്നു? അപ്പോൾ ഒരു ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഞങ്ങളോട് സംസാരിച്ചത് മോശമായി. അതായത് നമുക്കറിയാം കമ്മ്യൂണിക്കേഷനാണ് എല്ലായിടത്തും ഒരു
കൺസേൺ അല്ലേ. ഇപ്പോൾ എത്ര നല്ല രീതിയിലല്ല ചികിത്സ കിട്ടിയാൽ പോലും നമ്മളോട് നല്ല രീതിയിൽ അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു വലിയ അസുഖമാണെങ്കിലും സിസ്റ്റർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് ഒരു 3 മാസം കഴിച്ചാൽ മാറില്ലേ, പിന്നെ അല്ലേ എത്രയോ പേർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പകുതി അസുഖം അവിടെ പോയി എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിലും ഇദ്ദേഹം ഞാനാണത് പഠിപ്പിക്കുന്നത്. ഞാൻ അതിലും മാസ്റ്റർ ട്രെയിനർ എടുത്തിട്ട് ട്രെയിനർ ആയതിനു ശേഷമാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കണം, ബൈസ്റ്റാൻഡർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കണം, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ GECയിലൂടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ GECയിൽ ക്വാളിറ്റി ഓഫ് അക്കാഡമിക്സ് നമ്മൾ യാതൊരു രീതിയിലും കോംപ്രമൈസ്ഡ് ആകരുത്, ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ GECയിൽ. അല്ലേ, അല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനത്തെ ബേസിക് ലൈഫ് സപ്പോർട്ടൊക്കെ ശരിക്കും നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ എനിക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ഞാൻ ഒരിക്കലും പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷനിൽ ആർക്കെങ്കിലും എൻ്റെ ചുറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പഠിക്കുന്നത് അത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതെ, അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് ഞാൻ രക്ഷിക്കില്ലല്ലോ, അത് ഞാൻ രക്ഷിക്കാൻ വേറെ ആരുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നേരിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാം. ഞാൻ എനിക്ക് വേണ്ടി പഠിക്കുന്നതല്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പഠിക്കുന്നൊരു സ്കില്ലാണ് ശരി. അതെ, ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എനിക്കൊരു പാഷനും കൂടെ ആയിട്ട് ഞാൻ കുറേ പോലീസ് സ്റ്റേഷനിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ പോകാറുണ്ട്. നമ്മളെ മാനിക്കുന്നില്ല, ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഡമ്മിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ചെയ്യാട്ടോ, സ്റ്റാഫിനൊക്കെ ആണല്ലേ. ഓ, അത് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ശരിയാണ്. ഈ CRP കൊടുക്കുന്നതും CPR കൊടുക്കുന്നതും അങ്ങനെ തൊട്ടുള്ള കുറേ ഉണ്ടല്ലോ അല്ലേ. അയ്യോ, അത് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എന്നാലും അത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോഴത്തെ ഒരു ഇതിൽ? റൈറ്റ്. അപ്പോൾ GEC എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഓൺലൈൻ അതിൻ്റെ ഒന്നുകൂടെ പ്ലസ് എന്നുള്ള ആപ്പിലാണ് നമ്മൾ ഓൺലൈൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? അപ്പോൾ അവർക്കുള്ളൊരു ഡൗട്ട്, ഇപ്പം നമ്മൾ ഓൺലൈനാകുമ്പോൾ എങ്ങനെ ആയിരിക്കും, അല്ലെ നമ്മൾ ആരൊക്കെ ആയിരിക്കും നമ്മളെ അത് കോച്ച്, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ്. നമ്മൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നമ്മളൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ എപ്പോഴും വരിക. ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്കലി ലൈവ് ആയിട്ടുള്ള ക്ലാസ്സാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഒരാൾക്ക് വീട്ടിലിരുന്ന് നമ്മുടെ 1.5x 2x എന്നിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും അത് ഒരു ഇൻട്രാക്റ്റീവ് ലൈവ് സെഷൻസ് ആയിട്ട് ആയിരിക്കും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ ബോർഡ് അസിസ്റ്റഡ് ക്ലാസ്സാണ്. അപ്പോൾ ഒരിക്കലും ഒരു വീട്ടിലിരിക്കുന്നു എന്നുള്ള ഫീൽ വരില്ല. അവിടെ തന്നെ ആയിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിൽ ഫേസ് ടു ഫേസ് ഇരിക്കുന്നു എന്നുള്ള ഫീൽ കൊടുക്കത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഹെൽത്ത് കെയർ അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ കോഴ്സ് നമ്മൾ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻസ്, ബേസിക് ലൈഫ് സപ്പോർട്ട്, ഡിജിറ്റൽ ഹെൽത്ത്, പിന്നെ നഴ്സിംഗ് അപ്സ്കില്ലിംഗ് വേണ്ടിയിട്ടുള്ള കുറച്ച് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് ആയിട്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മളപ്പം കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നമ്മുടെ ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഹൈലൈറ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ ആളാണ് കേട്ടോ. ഐ ഹാവ് ടു സേ ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടയ്ക്ക് അവിടെ വരുമ്പോൾ കാണണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സണിലോ അല്ലേ? ഞാൻ ബേസിക്കലി ഹൈലൈറ്റിൻ്റെ ഹെൽത്ത് കെയർ പ്രൊജക്ട്സ് ഞാനാണ് ലീഡ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ വിങ്ങിൻ്റെ CEO ആണ്. അതെ 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 അതെ. അപ്പോൾ യെസ്, അപ്പോൾ ഇനി ഇതിൻ്റെ കുറേ ഗ്രോത്തുകൾ നമുക്ക് കാണാൻ ഇടയാവട്ടെ. ആൻഡ് ഇതിപ്പം ഒരു ചെറിയ വീഡിയോയിലൂടെയാണ് ആക്ച്വലി ഇങ്ങനെ നമ്മൾ വൈറലായി ഇരിക്കുന്നെങ്കിലും ഇതിലൂടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളുടെ കോൺവെർസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഈ GECയെ പറ്റിയാണെങ്കിലും അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റി. താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്, ഡോക്ടർ റഫീഖ് ആൻഡ് ഡോക്ടർ അഷർ. യു ഗൈസ് ആർ അടിപൊളി. മുന്നോട്ട് പോകാൻ ഹാപ്പി ഫേസ്, അതും വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നിങ്ങളോട് വന്നിരുന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ചാമിങ് ഫേസ്. അതും ഈ പറയുന്ന പേഷ്യൻസിനാണെങ്കിൽ പോലും എല്ലാം നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ലേ. എപ്പോഴും ആ ഒരു വെൽക്കമിങ്ങിൽ ഇരിക്കുക. മൈൻഡിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പോലും ഈവൻ ഇഫ് വി ആർ ഡിസ്റ്റർബ്ഡ് വി ആർ നോട്ട് സപ്പോസ് ടു ഷോ ദാറ്റ് അല്ലേ. അതും ഒരു മെയിൻ കാര്യമല്ലേ. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അടിപൊളിയാട്ടോ.